ഹലോ കൂട്ടുകാരെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ വീഡിയോ ആണ്. നമ്മുടെ PYQ സീരീസിലെ ഡേ 11 മുതൽ 20 വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടിയുള്ള ഒരു വീഡിയോ ആണിത്. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ 10 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കണം. PYQ സീരീസിൽ ഓരോ ദിവസങ്ങളിലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ അതൊക്കെ അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ശരിയായി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇത് പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. 10 ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നിച്ച് നമ്മൾ ഓരോ 10 ദിവസം കഴിയുമ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോഴും അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോർഡ് എക്സാം പ്രിപ്പറേഷനുള്ള നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കോളൂ, അതിനുശേഷം കറക്ഷന് വേണ്ടി നമ്മുടെ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. The values of x and y satisfying the two equations 32x plus 33y equals to 34, 33x plus 32y equals to 31 respectively are. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. 32x plus 33y equals to 34, 33x plus 32y equals to 31. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. 32x മൈനസ് 33x is negative x plus 33y minus 32y is 1y equals to 34 minus 31 is 3. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ഇക്വേഷനാണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം: നെഗറ്റീവ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 3, വൈ ഈക്വൽസ് ടു 3 പ്ലസ് എക്സ്. ഇത് നമുക്ക് തേർഡ് ഇക്വേഷനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ y ഈക്വൽസ് ടു 3 പ്ലസ് എക്സ് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് y ഈക്വൽസ് ടു 3 പ്ലസ് എക്സ് ഇൻ ഇക്വേഷൻ 1. 32x plus 33 into 3 plus x equals to 34. ഇവിടെ നമ്മൾ ഈ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 3 plus x എന്ന് എഴുതി. ഇനി 32x plus 33 into 3 is 99 plus 33 into x is 33x equals to 34. അടുത്ത സ്റ്റെപ്പിൽ 32x plus 33x equals to 65x plus 99 equals to 34. 65x equals to 34 minus 99. 99 minus 34. 9 minus 4 is 5. 9 minus 3 is 6 equals to negative 65. ഇപ്പോൾ നമുക്ക് 65x equals to negative 65 എന്നാണ് കിട്ടിയിട്ടുള്ളത്. x equals to negative 65 by 65. 65ൽ 65 1 time, 65ൽ 65 1 time, negative 1 by 1 equals to negative 1. ഇതാണ് നമ്മുടെ എക്സ്. എക്സിന്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് എക്സ് ഈക്വൽസ് ടു നെഗറ്റീവ് 1 ഇൻ ഇക്വേഷൻ 3. y ഈക്വൽസ് ടു 3 പ്ലസ് എക്സ്, y ഈക്വൽസ് ടു 3 പ്ലസ് നെഗറ്റീവ് 1 ഈക്വൽസ് ടു 2. ഇപ്പൊ നമുക്ക് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് നെഗറ്റീവ് 1 and 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനെ എങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കിയിട്ട് ചെയ്തത്. മനസ്സിലായല്ലോ? ദ ഏജ് ഓഫ് ദ ഫാദർ ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഏജസ് ഓഫ് ഹിസ് 2 children. ആഫ്റ്റർ 20 years ഹിസ് ഏജ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ദ ഏജസ് ഓഫ് ദ ചിൽഡ്രൻ. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ ഫാദർ. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫാദറിന്റെ ഏജും 2 കുട്ടികളുടെ ഏജിന്റെ സമ്മും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു റിലേഷനാണ്. അപ്പം നമുക്ക് സം ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് 2 children ഈക്വൽസ് ടു എക്സ് എന്നെടുക്കാം. ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ ഈക്വൽസ് ടു വൈ. Present age of father is equals to twice the sum of the ages of his 2 children. അപ്പോൾ 2x. ഇത് y minus 2x equals to 0 എന്ന് എഴുതാം. ഇത് നമ്മുടെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി ഏജ് ഓഫ് ഫാദർ ആഫ്റ്റർ 20 years. പ്രസന്റ് ഏജ് y ആണല്ലോ, അതിൻ്റെ കൂടെ 20 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 20 years കഴിഞ്ഞിട്ടുള്ള ഏജ് ആവും. സം ഓഫ് ദ ഏജസ് ഓഫ് 2 children ആഫ്റ്റർ 20 years. ഇപ്പോഴത്തെ അവരുടെ ഏജിന്റെ സം എക്സ് ആണ്. 20 years കഴിഞ്ഞാൽ 2 പേർക്കും 20 years വീതം കൂടുന്നതായിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 40
The age of father after 20 years is equals to sum of the ages of two children after 20 years എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ഇവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്യാം. y plus 20 equals to x plus 40, y minus x equals to 40 minus 20, y minus x equals to 40 minus 20 is 20. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ 2-ൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2 y മൈനസ് എക്സ് ഈക്വൽസ് ടു 20, y മൈനസ് 2x ഈക്വൽസ് ടു 0. സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് സൈൻ എല്ലാം ഒന്ന് മാറ്റാം. ഇവിടെ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായി, ഇത് നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായി. 0ക്ക് പോസിറ്റീവും നെഗറ്റീവും ഒന്നും എഴുതേണ്ട കാര്യമില്ല. y മൈനസ് y 0, negative x plus 2x is positive x equals to 20 minus 0 is 20. ഇപ്പോൾ നമുക്ക് x equals to 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫാദറിന്റെ പ്രസന്റ് ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫാദറിന്റെ പ്രസന്റ് ഏജ് y ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1-ൽ x equals to 20 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Put x equals to 20 in equation 1. y minus 2x equals to 0, y minus 2 into 20 equals to 0, y minus 40 equals to 0, y equals to 40. Therefore, the present age of father equals to 40. മനസ്സിലായല്ലോ എല്ലാവർക്കും? A fraction becomes 1 by 3 when 2 is subtracted from the numerator and it becomes 1 by 2 when 1 is subtracted from the denominator. Find the fraction. ഇത് pair of linear equations in two variables എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 3 കിട്ടും. ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 2 കിട്ടും. ലെറ്റ് x by y be the ഫ്രാക്ഷൻ. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആണ്. അതിലെ ന്യൂമറേറ്ററിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 കിട്ടുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. അതിനുവേണ്ടി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. y into 1 is y equals to 3 into x minus 2. ഈ ഡിനോമിനേറ്ററും ഈ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഡിനോമിനേറ്ററും ഈ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ y equals to 3 into x is 3x minus 3 into 2 is 6. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇതേ സെയിം ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. ഇനി ഇത് യൂസ് ചെയ്ത് അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യാം. y minus 1 into 1 is y minus 1 equals to 2 into x is 2x. y equals to 2x. ഈ മൈനസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും LHSൽ y തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് RHS രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. 3x minus 6 equals to 2x plus 1. 3x, ഈ 2x ഇങ്ങോട്ട് വരുമ്പോൾ minus 2x ആവും, ഈക്വൽസ് ടു 1. ഈ -6 RHSലോട്ട് വരുമ്പോൾ +6 ആവും. 3x minus 2x is x equals to 1 plus 7. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് എക്സിന്റെ വാല്യൂ ആണ്. വാല്യൂ ഓഫ് എക്സ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് എക്സ് ഈക്വൽസ് ടു 7 ഇൻ ഇക്വേഷൻ 2. y ഈക്വൽസ് ടു 2x plus 1 equals to 2 into 7 plus 1. 2 into 7 is 14. 14 plus 1 equals to 15. So y equals to 15 എന്ന് കിട്ടിയിട്ടുണ്ട്. Hence required fraction x by y is 7/15. മനസ്സിലായല്ലോ എല്ലാവർക്കും? If 2x plus y equals to 23 and 4x minus y equals to 19, find the value of 5y minus 2x and y by x minus 2. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അത് ഈ 2 എക്സ്പ്രഷൻസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാം.
അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 2x plus y equals to 23. സെക്കൻഡ് ഇക്വേഷൻ 4x minus y equals to 19. രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യാം. 2x plus 4x is 6x. ഇവിടെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോവും. 23 plus 19 is 42. 6x equals to 42 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x equals to 42 by 6. 42-ൽ 6 7 times, 6-ൽ 6 1 time. അപ്പോൾ x equals to 7 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ xന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Put x equals to 7 in equation 1. 2x plus y equals to 23. 2 into 7 plus y equals to 23. 14 plus y is 23. Y equals to 23 minus 14 equals to 9. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസും ഈ എക്സ്പ്രഷനിലോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 5y minus 2x equals to 5 into 9 minus 2 into 7. നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 5 into 9 is 45 minus 2 into 7 is 14. 45 minus 14 is 31. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷന്റെ വാല്യൂ. ഇനി നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ നോക്കാം. y by x minus 2, 9 by 7 minus 2 equals to 9 minus 2 into 7 by 7 equals to 9 minus 14 by 7 is negative 5 by 7. ഇവിടെ നമ്മൾ LCM ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ സബ്ട്രാക്ഷൻ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. If x equals to a and y equals to b is the solution of the pair of equations x minus y equals to 2 and x plus y equals to 4, find the values of a and b. ഇത് pair of linear equations in two variables എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് രണ്ടും യൂസ് ചെയ്തിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. x minus y equals to 2, ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. x plus y equals to 4, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ആഡ് ചെയ്യാം നമുക്ക്. x plus x is 2x plus 0. 2 plus 4 is 6. 2x equals to 6. x equals to 6 by 2 equals to 3. ഇപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സ് ഈക്വൽസ് ടു 3 സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് എക്സ് ഈക്വൽസ് ടു 3 ഇൻ ഇക്വേഷൻ 2. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടു 4. 3 പ്ലസ് വൈ ഈക്വൽസ് ടു 4. വൈ ഈക്വൽസ് ടു 4 മൈനസ് 3 ഈക്വൽസ് ടു 1. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ഈക്വൽസ് ടു എ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് 3 ആണല്ലോ. അപ്പോൾ നമുക്ക് എ ഈക്വൽസ് ടു 3 എന്ന് എഴുതാം. പിന്നെ y ഈക്വൽസ് ടു ബി എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബി നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ആണ്. അപ്പോൾ ബി ഈക്വൽസ് ടു 1 എന്നും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. വാല്യൂസ് ഓഫ് കെ ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x സ്ക്വയർ മൈനസ് kx പ്ലസ് k ഈക്വൽസ് ടു 0 ഹാസ് ഈക്വൽ റൂട്ട്സ് ഈസ്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ റൂട്ട്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽസ് ടു 0 ആയിരിക്കും. ഇവിടെ നമുക്ക് എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് നോക്കാം. എ ഈക്വൽസ് ടു എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആയിട്ടുള്ള 2, ബി ഈക്വൽസ് ടു എക്സിന്റെ കോഫിഷ്യന്റ് ആയിട്ടുള്ള -k, പിന്നെ സി ഈക്വൽസ് ടു കോൺസ്റ്റന്റിന്റെ പ്ലേസിലുള്ള k. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ബി സ്ക്വയർ മൈനസ് 4ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സ്ക്വയർ -k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a2 ആണല്ലോ, 2 ഇൻറ്റു സിക്ക് പകരം k എഴുതാം ഈക്വൽസ് ടു 0. -k ഹോൾ സ്ക്വയർ ഈസ് k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു k ഈസ് 8k ഈക്വൽസ് ടു 0. ഇവിടെ കോമൺ k പുറത്തെടുക്കാം. നമുക്ക് k ഇൻറ്റു k മൈനസ് 8 ഈക്വൽസ് ടു 0 എന്ന് എഴുതാം. ഇതിൽ നിന്നും k ഈക്വൽസ് ടു 0 ആൻഡ് k മൈനസ് 8 ഈക്വൽസ് ടു 0 എന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഇനി k മൈനസ് 8 0 ആണെങ്കിൽ k ഈക്വൽസ് ടു 8 ആണല്ലോ. അപ്പോൾ kക്ക് ഇവിടെ നമുക്ക് 2 വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ എല്ലാവർക്കും?
എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് ടു 0 ഹാസ്, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്ര റൂട്ട്സ് ഉണ്ടെന്നാണ് നോക്കേണ്ടത് നമ്മൾ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് ടു 0. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അതിന് വേണ്ടിയിട്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. എ സ്ക്വയറിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ഈക്വൽസ് ടു എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ പ്ലേസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 1 മൈനസ് ഈ എക്സ് സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് എഴുതാം ഈക്വൽസ് ടു 0. ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽസ് ടു 0. ഇപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിഗ്രി 4 ആണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി 2 ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ ഈക്വൽസ് ടു വൈ എന്ന് കൊടുക്കാം. എക്സ് റേസ് ടു 4 ഈസ് എക്സ് റേസ് ടു 2 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എക്സ് റേസ് ടു 2ന് പകരം നമുക്ക് വൈ കൊടുത്താൽ വൈ സ്ക്വയർ എന്നായി മാറില്ലേ ഇത്. പ്ലസ് എക്സ് സ്ക്വയറിന് പകരം വൈ കൊടുക്കാം പ്ലസ് 1 ഈക്വൽസ് ടു 0. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് നോക്കാം. ഡിസ്ക്രിമിനൻറ്റ് ഡി ഈക്വൽസ് ടു ബി സ്ക്വയർ മൈനസ് 4ac. എ ഈക്വൽസ് ടു 1 വൈ സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ്, പിന്നെ ബി ഈക്വൽസ് ടു 1 കോഫിഷ്യൻറ്റ് ഓഫ് വൈ, പിന്നെ സി ഈക്വൽസ് ടു 1 കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനി അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ബി സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് 4 ഈക്വൽസ് ടു -3. ഡിസ്ക്രിമിനൻറ്റ് സ്മോളർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ അതിന് റിയൽ റൂട്ട്സ് ഇല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്നെല്ലാം. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽസ് ടു 0 ഫോർ എക്സ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റീസ് ആണ്. സാധാരണയായിട്ട് ഐഡൻറ്റിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് വൈ അതല്ലെങ്കിൽ എ ബി അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സും എയും ബിയും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിറ്റീസിൽ പി ക്യൂ യൂസ് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽസ് ടു 0. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽസ് ടു എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതൊരു ഗ്രൂപ്പായിട്ട് എടുക്കാം. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് കാണുന്നുണ്ടല്ലോ. ഇതൊരു ഐഡൻറ്റിറ്റി അല്ലേ? പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന ഫോമിലല്ലേ ഉള്ളത്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതല്ലേ പി സ്ക്വയർ മൈനസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. ഇതിവിടെ എയും ബിയും എക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന വേരിയബിൾസ് യൂസ് ചെയ്തത് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. മൈനസ് ഈ ബി സ്ക്വയർ ഇങ്ങോട്ട് എഴുതാം ഈക്വൽസ് ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ ഇതും ഒരു ഐഡൻറ്റിറ്റിയുടെ ഫോമിൽ തന്നെയാണുള്ളത്. ഇവിടെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഈക്വൽസ് ടു പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ മൈനസ് ബി ഈക്വൽസ് ടു 0. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇവിടെ പി സ്ക്വയറിന് പകരം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണുള്ളത്, ക്യൂ സ്ക്വയറിന് പകരം ബി സ്ക്വയർ ആണുള്ളത്. പി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എ കംപ്ലീറ്റ് ഉണ്ട്. കണ്ടില്ലേ ഇവിടെ പി സ്ക്വയറിന്റെ പൊസിഷനിൽ ഉണ്ടായിരുന്നത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ അല്ലേ. അതുപോലെ തന്നെ ക്യൂവിന് പകരം ബി എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെയും പി മൈനസ് ക്യൂ ആണല്ലോ. പി എക്സ് മൈനസ് എ ആണ്, ക്യൂ ബി ആണ്.
മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിലായിട്ട് നമുക്ക് ഇഫ് എക്സ് മൈനസ് എ പ്ലസ് ബി ഈക്വൽസ് ടു 0, എക്സിന്റെ വാല്യൂ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽസ് ടു ഈ നെഗറ്റീവ് എ RHSലോട്ട് വരുമ്പോൾ പോസിറ്റീവ് എ ആയി മാറും. പിന്നെ ഈ പ്ലസ് ബി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ബി ആയി മാറും. ഇപ്പോൾ എക്സിന്റെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇഫ് എക്സ് മൈനസ് എ മൈനസ് ബി ഈക്വൽസ് ടു 0, എക്സ് ഈക്വൽസ് ടു എ പ്ലസ് ബി. ഈ മൈനസ് എയും മൈനസ് ബിയും RHSലോട്ട് പോകുമ്പോൾ പ്ലസ് എയും പ്ലസ് ബി ആയി മാറി. ഇപ്പൊ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി. ഹെൻസ് എക്സ് ഈക്വൽസ് ടു എ പ്ലസ് ബി ആൻഡ് എക്സ് ഈക്വൽസ് ടു എ മൈനസ് ബി ആർ ദ റിക്വയർഡ് സൊല്യൂഷൻസ്. മനസ്സിലായല്ലോ? ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 7x plus 10 ഈക്വൽസ് ടു 0, find the quadratic equation whose roots are alpha square and beta square. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ഈക്വൽസ് ടു 0. ഇതിൽ നിന്നും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് 10 എന്നും കിട്ടണം, സം നെഗറ്റീവ് 7 എന്നും കിട്ടണം. പ്രോഡക്റ്റ് 10 കിട്ടുന്നത് എവിടെയൊക്കെയാണ്? നമുക്ക് 1 into 10 ഈക്വൽസ് ടു 10 and 2 into 5 equals to 10. ഈ നമ്പറുകളുടെ സം നെഗറ്റീവ് 7 എന്ന് കിട്ടണം. നെഗറ്റീവ് 7 എന്ന് കിട്ടാൻ 1 plus 10 10 minus 1 ഒന്നും നമുക്ക് 7 എന്ന് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് 2ഉം 5ഉം എടുക്കാം. നെഗറ്റീവ് 2 പ്ലസ് നെഗറ്റീവ് 5 ഈസ് നെഗറ്റീവ് 7. അപ്പോൾ നമുക്ക് നെഗറ്റീവ് 2ഉം നെഗറ്റീവ് 5ഉം യൂസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5x പ്ലസ് 10 ഈക്വൽസ് ടു 0. ഇനി നമുക്ക് ഈ രണ്ട് ടേംസിൽ നിന്നും എക്സ് പുറത്തെടുക്കാം. ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് 2 എന്ന് കിട്ടും. ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് നെഗറ്റീവ് 5 പുറത്തെടുക്കാം. എക്സ് മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് വരും ഈക്വൽസ് ടു 0. ഈ പ്ലസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് മൈനസ് ആക്കുന്നുണ്ട്, കോമൺ ആയിട്ട് ഒരു മൈനസ് പുറത്തെടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 2 ആണുള്ളത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തും എക്സ് മൈനസ് 2 വേണമല്ലോ. ഇനി നമുക്കിത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5 into x minus 2 എന്ന് എഴുതാം equals to 0. If x minus 5 equals to 0, x equals to 5. ഇനി x minus 2 equals to 0 ആണെങ്കിൽ x equals to 2 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എക്സിന്റെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ആൽഫ ഈക്വൽസ് ടു 5 ആൻഡ് ബീറ്റ ഈക്വൽസ് ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ ഈക്വൽസ് ടു 5 സ്ക്വയർ ഈക്വൽസ് ടു 25. ബീറ്റ സ്ക്വയർ ഈക്വൽസ് ടു 2 സ്ക്വയർ ഈക്വൽസ് ടു 4. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ടുള്ള പുതിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കണം? x square minus sum of roots of quadratic equation into x plus product of roots of quadratic equation equals to 0. നമ്മുടെ റൂട്ട്സ് ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽസ് ടു ആൽഫ സ്ക്വയർ ഈസ് 25 പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് 4. അപ്പോൾ 25 പ്ലസ് 4 ഈസ് 29. ഇനി അതുപോലെ തന്നെ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ, അതാണല്ലോ പ്രോഡക്റ്റ്. അപ്പോൾ 25 ഇൻറ്റു 4 ഈക്വൽസ് ടു 100. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ minus sum of roots of quadratic equation is 29 into x plus product of roots that is 100 equals to 0. പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 29x പ്ലസ് 100 ഈക്വൽസ് ടു 0. ദിസ് ഈസ് ദ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ സ്ക്വയർ ആൻഡ് ബീറ്റ സ്ക്വയർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇതൊരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽസ് ടു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Reason any equation of the form ax square plus bx plus c equals to 0 where a is not equals to 0 is called a quadratic equation. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ ട്രൂ ആണോ എന്ന് ആദ്യം നോക്കാം.
എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽസ് ടു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽസ് ടു ഈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാവും. അപ്പോൾ ഇവിടെ എ ഈക്വൽസ് ടു എക്സും ബി ഈക്വൽസ് ടു 2 ആണല്ലോ. അപ്പോൾ എ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ എഴുതാം. മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽസ് ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4x പ്ലസ് 2 സ്ക്വയർ ഈസ് 4. LHSലും RHSലും എക്സ് സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ 3x മൈനസ് 4x LHSലോട്ട് വരുമ്പോൾ പ്ലസ് 4x ആവും. പ്ലസ് 1 ഈ 4 LHSലോട്ട് വരുമ്പോൾ മൈനസ് 4 ആവും. ഈക്വൽസ് ടു 0. 3x plus 4x is 7x. 1 minus 4 is minus 3 equals to 0. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഡിഗ്രി 2 ആയിരിക്കണം അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽസ് ടു 0. ഇവിടെ ഇതുപോലെ പവർ 2 ആയിട്ടുള്ള ഒരു ടേം ഇല്ല, അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ അസേഷൻ ഫോൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി റീസൺ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എനി ഇക്വേഷൻ ഓഫ് ദ ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽസ് ടു 0 വേർ a ഈസ് നോട്ട് ഈക്വൽസ് ടു 0 ഈസ് കോൾഡ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽസ് ടു 0 എന്ന ഫോമിലാണെങ്കിലാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ റീസൺ ട്രൂ ആണ്, അസേഷൻ ഈസ് റോങ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അസേഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.